കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാളിതുവരെയുമുള്ള നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകൾക്കും നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. വിശേഷാൽ ഈ പ്രാർത്ഥന, ഈ ദൈവവചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കുന്നു എന്ന് കേട്ടതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാല ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 58-ാമത്തെ വേദഭാഗം. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽവക്കക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ വായിപ്പാൻ ഇടയായത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ 4 സുവിശേഷങ്ങൾ സമവീക്ഷണ സുവിശേഷമായി അറിയപ്പെടുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം, തൻ്റെ ജീവിത ചരിത്രം, അപ്പോൾ തന്നെ തൻ്റെ ക്രൂശ് മരണം, ഉയർപ്പ് എന്നിവ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തുന്നു. നമ്മൾ ഈ തിരുവെഴുത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, 1-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വാക്യം വായിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ വലിയ കരുണ. അതെ, ദൈവം നമ്മോട് വലിയ കരുണ കാണിക്കും. അതെ, യാതൊരു കരുണയുമില്ലാതെ വാർദ്ധക്യത്തിലും ദൈവത്തിൻ്റെ കരുണ വെളിപ്പെട്ട ആ ദൈവപ്രവൃത്തിയെ ലൂക്കോസ് ഇവിടെ വ്യക്തമായി വരച്ച് കാണിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 5 മുതലുള്ള വേദഭാഗം പഠിക്കുമ്പോൾ അവിടെ 2 പേരെ പരിചയപ്പെടുത്തുന്നു ബൈബിൾ. യഹൂദിയ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാകൂറിൽ സക്രിയാവ് എന്നു പേരുള്ള പുരോഹിതൻ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഗരോന്റെ പുത്രിമാരിൽ ഒരുത്തി ആയിരുന്നു. അവൾക്ക് എലിസബത്ത് എന്നു പേര്. 6-ാം വാക്യം, ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. 7-ാം വാക്യത്തിൽ അവിടെ വെളിപ്പെടുത്തുകയാണ്, എലിസബത്ത് മച്ചിയാകൊണ്ട് അവൾക്ക് സന്തതിയില്ലായിരുന്നു, ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. എലിസബത്തിൻ്റെ സെഖരിയാവിൻ്റെ ചരിത്രഭാഗമാണ് ഈ ലൂക്കോസ് സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ കാണിക്കുന്നത്. ഒരു വലിയ പ്രാർത്ഥനയുടെ, കണ്ണുനീരിൻ്റെ, അനവധി പേരുടെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഒരു മറുപടി, അത് വ്യക്തമായി തിരുവെഴുത്തിലൂടെ നമ്മെ വരച്ച് കാണിക്കും. അതെ, നാളുകൾ കൊണ്ട് ദൈവസന്നിധിയിൽ കരയുന്ന, ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധി നിലവിളിക്കുന്ന നമ്മുടെ നിലവിളിക്ക് ഒരു മറുപടി ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രായമൊക്കെ ഇത്രയായി, ഒരുപാട് നാൾ കൊണ്ട് പ്രതീക്ഷയുള്ള സമയത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാ. ഇപ്പോൾ പ്രായമായി, ഇനി എൻ്റെ പ്രാർത്ഥനകൾക്ക് എപ്പോഴാ മറുപടി ലഭ്യമാകുന്നത് എന്ന് ചോദിക്കുന്ന അനവധി പേർ എന്നെ കേൾക്കുന്നുണ്ടാകാം. അതെ, എനിക്ക് നിങ്ങളോടാണ് ദൈവശബ്ദം കൈമാറാനുള്ളത്. ഈ സഖറിയാവിനെ പറ്റിയും എലിസബത്തിനെ പറ്റിയും ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ ലൂക്കോസ് സുവിശേഷത്തിൽ വ്യക്തമായി ചില മറുപടികൾ കൊടുക്കുന്നത്, പ്രാർത്ഥനയുടെ ചില മറുപടികൾ കൊടുക്കുന്നത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നു. പ്രായമൊക്കെ ഇത്രയായി, ഇനി എന്നെൻ്റെ ജീവിതത്തിനകത്തൊരു പ്രാർത്ഥനയുടെ മറുപടി വരുമെന്ന് കരയുന്ന, ചോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് തിരുവെഴുത്തിനെ ആധാരമാക്കി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പ്രാർത്ഥിച്ചത് വൃഥാവാകുകയില്ല, നിങ്ങൾ കരഞ്ഞത് വൃഥാവാകുകയില്ല. കാരണം അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അയൽക്കാരും ചാർച്ചക്കാരും
അവളോടുകൂടെ സന്തോഷിച്ചു. അപ്പോൾ പ്രാർത്ഥനയുടെ ചില മറുപടികൾ ഇതുവരെയും ജീവിതത്തിനകത്ത് ലഭ്യമാകാതിരിക്കുന്ന ഒരനുഭവത്തിലായിരിക്കുമ്പോഴും അവളോടുകൂടെ സന്തോഷിക്കാൻ ആരുമില്ല, അവളോടുകൂടെ സന്തോഷിക്കാൻ അയൽവക്കക്കാരില്ല, അവളോടുകൂടെ സന്തോഷിക്കാൻ ബന്ധുക്കാരും ചാർച്ചക്കാരുമില്ല. അവൾ മച്ചിയാകെ കൊണ്ട് അവളിൽ ഇനി ഒരു സന്തതി ഇല്ല എന്ന് പ്രതീക്ഷിച്ച് അവളെ ഒരു നിന്ദയാക്കി പലരും മാറ്റുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. 24-ാമത്തെ വാക്യം ഒക്കെ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ. കണ്ടോ? കാരണം ദൈവത്തിൻ്റെ കടാക്ഷം മനുഷ്യർ നിന്ദിക്കുമ്പോഴും മനുഷ്യർ പരിഹസിക്കുമ്പോഴും ഇനി നിനക്കൊരു ജനറേഷൻ ഉണ്ടാകുകയില്ല. നിന്നെ ഒതുക്കി മാറ്റി നിർത്തുന്നവരുണ്ടാകാം, കളിയാക്കുന്നവരുണ്ടാകാം, പരിഹസിക്കുന്നവരുണ്ടാകാം. ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന, നിലവിളിക്കുന്ന, ഒത്തിരി നാളുകൾ കൊണ്ട് ഒരു നിന്ദാവിഷയമായി മാറുമെന്ന് ചിന്തിച്ച് കരയുന്നവരോട് ഞാൻ ആത്മാവിൽ ഈ തിരുവെഴുത്തിനെ ആധാരമാക്കി കൈമാറാം. നിന്നെ ദൈവം കടാക്ഷിക്കാൻ പോകുകയാ, ദൈവം നിന്നോട് കരുണ തോന്നാൻ പോകുകയാ. തലമുറയില്ലെന്ന് പറയുന്ന ഇടങ്ങളിൽ നിനക്ക് തലമുറകളെ തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ബൈബിൾ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്നു, മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമെന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ വ്യക്തമായി വരച്ചു കാണിക്കുമ്പോൾ, വ്യക്തമായി തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ആ തിരുവെഴുത്തിനെ ആധാരമാക്കി വ്യക്തമായി കൈമാറാം. പ്രായം ഇത്രയായി, ഇനി എൻ്റെ ജീവിതത്തിലൊരു ദൈവപ്രവൃത്തി ഇല്ലെന്ന് ചിന്തിച്ച് വിവാഹം കഴിഞ്ഞിട്ടും തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരോട് ഒരാത്മനിയോഗത്തോടെ ഇന്ന് പകലിൽ ഞാൻ കൈമാറും. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുക. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ പോകുകയാണ്. നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നില്ലേ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി? നാളുകൾ കൊണ്ട് കരയുന്നില്ലേ ഒരു തലമുറയ്ക്ക് വേണ്ടി? നിന്റെ തലമുറയെക്കുറിച്ച് ഓർത്ത് കരയുന്നവരുണ്ടാകാം. തലമുറ ജനിച്ചിട്ടും വഴിവിട്ടുപോയ തലമുറകളെക്കുറിച്ച് ഓർത്ത്, നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകളെക്കുറിച്ച് ഓർത്ത് നിലവിളിക്കുന്നവരുണ്ടാകാം. ഞാൻ അവരോടും വ്യക്തമായി വിളിച്ചു പറയാം, തലമുറകളെക്കുറിച്ച് കരയുന്ന, കണ്ണുനീരൊഴുക്കുന്ന, പ്രാർത്ഥനയ്ക്ക് ഇനി മറുപടിയില്ലയോ എന്ന് ചോദിക്കുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നിന്നോട് കർത്താവിൻ്റെ കരുണ വെളിപ്പെടാൻ പോകുകയാണ്. ഒരുപക്ഷെ നിന്റെ തലമുറകളെക്കുറിച്ച് ഓർത്ത് നീ നിലവിളിക്കുമ്പോൾ, കരയുമ്പോൾ, നിന്റെ അയൽവക്കക്കാർക്ക്, ബന്ധുക്കാർക്ക്, ചാർച്ചക്കാർക്ക് ഒരുപക്ഷെ ആമേൻ അവർക്കൊരു കരുണയും തോന്നുന്നില്ലായിരിക്കാം. അവർ നിന്റെ കുടുംബത്തെ നോക്കി പരിഹസിക്കുമായിരിക്കാം, നിന്നെ നോക്കി നിന്ദിക്കുമായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ കർത്താവിൽ വിശ്വസിക്കാൻ തയ്യാറാകുക. നിന്റെ നിന്ദയെ തമ്പുരാൻ മാറ്റാൻ പോകുന്നു, നിന്റെ പരിഹാസത്തെ കർത്താവ് മാറ്റാൻ പോകുന്നു. വചനം പറയുന്നു, കർത്താവ് അവളോട് വലിയ കരുണ കാണിച്ചു. ചെറിയ കരുണയല്ല, വലിയ കരുണ. നിങ്ങളോട് ദൈവം വലിയ കരുണ കാണിക്കാൻ പോകുന്നു. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടും തലമുറയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ കൈമാറാം. നിങ്ങൾ വിശ്വസിക്ക്, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? ഒരു ദൈവ പ്രവർത്തികൾക്ക് വേണ്ടി ഇന്ന് പകലിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർക്ക് തയ്യാറാകും? ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ നിന്നയെ തമ്പുരാൻ ഉരുട്ടി മാറ്റും. നിന്നെ ദൈവം കടാക്ഷിക്കും. ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ മേൽ വെളിപ്പെടും. ആർക്കും തോന്നാത്ത കരുണ ദൈവത്തിന് നമ്മോട് വെളിപ്പെടുമെന്ന് ഉറച്ചു വിശ്വസിക്കാൻ എത്ര പേർക്ക് തയ്യാറാകും? എലിസബത്തിനെ ദൈവം കടാക്ഷിച്ചു. അവളോട് ദൈവത്തിന് മനസ്സലിവുണ്ടായി. തിരുവെടുത്ത് പറയുക, കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽവക്കക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. ഹല്ലേലൂയ! സന്തോഷിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടാൻ പോകുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, തലമുറകൾക്ക് വേണ്ടി കരയുന്ന, തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു തലമുറ ഉണ്ടാകേണ്ടതിന് ഇന്നും ആമൻ ഒരു തലമുറ ജനിക്കാൻ കഴിയാതെ ആമൻ ജീവിതത്തിൻ്റെ മേഖലകളിൽ മക്കളില്ല എന്നുള്ള ഭാരത്തോടെ ആയിരിക്കുന്ന കുടുംബങ്ങളോട് ഞാൻ ആത്മനിയോഗത്തോടെ ഇന്ന് പകൽ കൈമാറാം. നിനക്ക് ദൈവം തലമുറയെ തരാൻ പോകുന്നു. വിശ്വസിക്കാൻ തയ്യാറാകുമോ? അബ്രഹാമിന് ആമൻ തലമുറയെ കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ലൂക്കോസ് സുവിശേഷത്തിൽ വ്യക്തമായി ഈ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ! വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് ദൈവത്തിന് കഴിയും. മക്കൾ യഹോവ തരുന്ന അവകാശം, ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലം. വിശ്വസിക്കാൻ ദൈവം അത്ഭുതം ചെയ്യും. ദൈവത്തിൽ വിശ്വസിക്കാൻ ഇന്ന് തയ്യാറായാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ,
ദൈവത്തിൻ്റെ വലിയ കരുണ തൻ്റെ ജനത്തിൻ്റെ മേൽ തമ്പുരാൻ പകരണമേ. ഭാരത്തോടെ പ്രയാസത്തോടെ ഇന്ന് പകലിലും ഒരു തലമുറയ്ക്ക് വേണ്ടി കരയുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലമുറ ഉണ്ടായിട്ടും തലമുറകളെക്കുറിച്ച് വീണ്ടും കരയുന്ന തലമുറകൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും മാതാപിതാക്കൾക്ക് കൊള്ളിയല്ലാത്തവരായി അവരുടെ ജീവിതം ഈ ലോകപരമായി ജീവിച്ച് മാതാപിതാക്കൾക്കൊക്കെ ഒരു തലവേദനയായി മാറുന്ന തരത്തിൽ ജീവിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർ ദൈവസന്നിധിയിൽ മടങ്ങി വരട്ടെ. മാതാപിതാക്കൾക്കും സമൂഹത്തിനൊക്കെ അവരൊരു അനുഗ്രഹിക്കപ്പെട്ടവരായി മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യപിക്കുന്ന മദ്യപാനത്താൽ അടിമപ്പെട്ട് ജീവിതത്തിനകത്ത് സമാധാനവും സ്വസ്ഥതയുമില്ലാതെ കരയുന്ന ചില മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ കുടുംബങ്ങൾക്കകത്ത് ദൈവിക സമാധാനം വെളിപ്പെടട്ടെ. ആ തലമുറകൾ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളതായി മാറട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് ഷെയർ ചെയ്യുക. ദൈവമഹത്വം നിങ്ങൾക്കായി വെളിപ്പെടും. വിശ്വസിക്കുക. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്.